17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം? ഓപ്ഷൻ എ ടോക്കിയോ, ഓപ്ഷൻ ബി റിയോ ഡി ജനീറോ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി മോസ്കോ. ദ ആൻസർ ഈസ് റിയോ ഡി ജനീറോ. ക്വസ്റ്റ്യൻ 2. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻ എ കേഴ്സൺ പ്രഭു, ഓപ്ഷൻ ബി ഡഫറിൻ പ്രഭു, ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ ഡി വെല്ലസ്ലി പ്രഭു. ദ ആൻസർ ഈസ് ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധര തിലക്, ദി ലീഡർ മോത്തിലാൽ നെഹ്റു, കോമൺവെൽത്ത് ആനി ബസന്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 1, 2, 4 ശരിയാണ്. യങ് ഇന്ത്യ ഗാന്ധിജി, കേസരി ബാലഗംഗാധര തിലക്, കോമൺവെൽത്ത് ആനി ബസന്റ്. ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ 1949 നവംബർ 1, ഓപ്ഷൻ ബി 1949 ഒക്ടോബർ 1, ഓപ്ഷൻ സി 1948 ഒക്ടോബർ 1, 1949 ഒക്ടോബർ 11. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 1949 ഒക്ടോബർ 1. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന, അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 2, അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. 3, പതിവ് കണക്ക് എന്ന ബജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. 4, തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കാരനായി അറിയപ്പെട്ടു. ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി 1 മാത്രം ശരിയാണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്. അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. പതിവ് കണക്ക് എന്ന ബജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. താഴെ പറയുന്നവയിൽ മൂഷകവംശ കാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. ഓപ്ഷൻ എ 1 മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി 4 മാത്രം ശരിയാണ്. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി 1ഉം 3ഉം 4ഉം എന്നിവ ശരിയാണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി